ഒരു നുണ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കുന്ന ഗീബൽസിയൻ തന്ത്രം. കോൺഗ്രസിന്റെ മുൻ MLA സൈബർ പോരാളിയുമായ VT ബൽറാം ഇടതുപക്ഷത്തിനെതിരെ കഴിഞ്ഞ ദിവസം ചെയ്തത് അതാണ്. തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ കുപ്രചരണം അതേപടി ഏറ്റുപിടിക്കുകയായിരുന്നു ബൽറാം ചെയ്തത്. രാജേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് മുഖ്യമന്ത്രിയുമായി തനിക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നെന്നും പിന്നീട് മുഖ്യമന്ത്രി നിയുക്ത മേയർക്ക് ആശംസകൾ നേരുകയാണ് ചെയ്തതെന്നുമുള്ള നിജസ്ഥിതി മാധ്യമങ്ങൾ തന്നെ പിന്നീട് പുറത്തുവിട്ടു. സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ യു-ടേൺ അടിക്കുകയായിരുന്നു. VV രാജേഷ് തന്നെ താൻ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നെന്നും വ്യക്തമാക്കി. അപ്പോഴും താൻ മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ ബൽറാം തയ്യാറായിട്ടില്ല. രാവിലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സുനീഷിനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ സുനീഷിനോട് ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുനീഷ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് സമയം കണ്ടെത്തി ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വിളിക്കുകയായിരുന്നു. ഞാനത് അപ്പം തന്നെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരെ നുണകളുടെ കൂമ്പാരം തീർത്ത് പ്രചരണം നടത്തുന്ന സൈബർ കോൺഗ്രസുകാരേക്കാൾ താഴ്ന്ന നിലവാരമാണ് VT ബൽറാം കാണിച്ചത്. 2021 തൃത്താലയിൽ VT ബൽറാം തോറ്റപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു കമന്റ് ഓർമ്മയുണ്ട്. തൃത്താലയ്ക്ക് നന്ദി. അതെ, ഇങ്ങനെയൊരു പെരും നുണയനെ തോൽപ്പിച്ച തൃത്താലയിലെ വോട്ടർമാർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല.